സ്നേഹത്തിൻ്റെ ഓടക്കുഴൽനാദമായും അതേസമയം അധർമ്മത്തിനെതിരെ ധർമ്മത്തിൻ്റെ ശങ്കുലിയായും ഉയർന്നു കേട്ട ആ നാമം ശ്രീകൃഷ്ണൻ. ആരാണ് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ? ഒരു വെണ്ണക്കള്ളനായ ഉണ്ണിക്കണ്ണനോ അതോ മഹാഭാരത യുദ്ധത്തിൻ്റെ ഗതി തിരിച്ചുവിട്ട തന്ത്രജ്ഞനായ രാജാവോ? കൃഷ്ണൻ്റെ ജീവിതവും ലോകത്തിന് അവൻ നൽകിയ മഹത്തായ സന്ദേശങ്ങളും എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. 5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ദ്വാപരയുഗത്തിൽ മധുരയിലെ കാരാഗ്രഹത്തിൽ വസുദേവരുടെയും ദേവകിയുടെയും 8ാമത്തെ പുത്രനായാണ് കൃഷ്ണൻ ജനിച്ചത്. കംസൻ എന്ന അസുര രാജാവിൽ നിന്ന് രക്ഷിക്കാൻ ജനിച്ച രാത്രിയിൽ തന്നെ കൃഷ്ണനെ ഗോകുലത്തിൽ നന്ദഗോപരുടെയും യശോദയുടെയും അടുത്തേക്ക് മാറ്റി. വെണ്ണ മോഷ്ടിക്കുന്ന ഉണ്ണിക്കണ്ണനായും കാളിയമർദ്ദനം നടത്തിയും ഗോവർദ്ധന പർവ്വതം വിരൽത്തുമ്പിൽ ഉയർത്തിയും അവൻ ഗോകുലത്തിലെ ജനങ്ങളുടെ പ്രിയങ്കരനായി വളർന്നു. പ്രകൃതിയോടും ജീവജാലങ്ങളോടും ചേർന്നു നിന്ന ആ ബാല്യം സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവിയായിരുന്നു. വളർന്നു വലുതായപ്പോൾ കൃഷ്ണൻ കംസനെ വധിച്ച് മധുരയെ സ്വതന്ത്രമാക്കി. തുടർന്ന് ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഇന്നത്തെ ഗുജറാത്ത് തീരത്ത് ദ്വാരകയെന്ന മനോഹരമായ കടലോര സാമ്രാജ്യം നിർമ്മിച്ച് അവിടുത്തെ രാജാവായി മാറി. മഹാഭാരതത്തിൽ കൃഷ്ണൻ കേവലം ഒരു യോദ്ധാവ് മാത്രമായിരുന്നില്ല, മികച്ചൊരു സമാധാനദൂതനും രാജതന്ത്രജ്ഞനുമായിരുന്നു. യുദ്ധം ഒഴിവാക്കാൻ അവസാന നിമിഷം വരെ ശ്രമിച്ച കൃഷ്ണൻ ധർമ്മം സംരക്ഷിക്കാൻ പാണ്ഡവരുടെ പക്ഷത്ത് ഉറച്ചു നിന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സ്വന്തം ബന്ധുക്കൾക്കെതിരെ പോരാടാൻ മടിച്ച അർജുനന് കൃഷ്ണൻ നൽകിയ ഉപദേശങ്ങളാണ് ഇന്നും ലോകമെമ്പാടും വായിക്കപ്പെടുന്നത്. ഫലാഭിലാഷമില്ലാതെ കർമ്മം ചെയ്യുക എന്ന മഹത്തായ സന്ദേശമാണ് കൃഷ്ണൻ ലോകത്തിന് നൽകിയത്. ശരീരം താൽക്കാലികമാണെന്നും ആത്മാവ് അമരനാണെന്നും പഠിപ്പിച്ച കൃഷ്ണൻ സന്തോഷത്തിലും ദുഃഖത്തിലും സമചിന്തത പാലിക്കാനാണ് നമ്മെ ഓർമ്മിപ്പിച്ചത്. കൃഷ്ണൻ എന്നാൽ കറുത്ത നിറമുള്ളവൻ, അല്ലെങ്കിൽ എല്ലാവരെയും ആകർഷിക്കുന്നവൻ. ആകർഷിക്കൂ എന്നത് ഏതോ അത് കൃഷ്ണൻ എന്നാണ് അർത്ഥം. പാർത്ഥസാരഥി, പാർത്ഥൻ എന്നാൽ അർജുനൻ. അർജുനൻ്റെ രഥം തെളിച്ചതുകൊണ്ട് പാർത്ഥസാരഥി എന്ന പേര് വന്നു. മധുസൂദനൻ, കൈടഭാരതി, കംസാരി. അധർമ്മകാരികളായ അസുരന്മാരെ നിഗ്രഹിച്ചതുകൊണ്ട് ലഭിച്ച നാമങ്ങൾ. മയിൽപീലിയും ഓടക്കുഴലും. മയിൽപീലി പ്രകൃതിയുടെ സർവ്വവർണ്ണങ്ങളെയും സൗന്ദര്യത്തെയും കൃഷ്ണൻ തലയിൽ ക്ഷീരോരത്നമായി സ്വീകരിച്ചതിൻ്റെ പ്രതീകമാണ്. ഓടക്കുഴൽ ഉള്ളുപൊള്ളയായ അഹങ്കാരമില്ലാത്തവൻ. മനസ്സിലേക്ക് ഭഗവാന്റെ മുരളീരവം അഥവാ ദിവ്യസംഗീതം ഒഴുകിയെത്തും എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇന്ദ്രന്റെ കോപത്തിൽ നിന്ന് ഗോകുലത്തെ രക്ഷിക്കാൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തിയത് കേവലം ഒരു അത്ഭുത പ്രവൃത്തിയല്ല, മറിച്ച് പ്രകൃതിയെയും പരിസ്ഥിതിയെയും ആചാരങ്ങളെക്കാൾ ഉപരിയായ സംരക്ഷിക്കണം എന്ന സന്ദേശമാണ്. ആയുധമെടുക്കാത്ത യോദ്ധാവ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ താൻ ആയുധമെടുക്കില്ല എന്ന കൃഷ്ണൻ പ്രതിജ്ഞ എടുത്തിരുന്നു. എന്നിട്ടും തൻ്റെ ബുദ്ധിയും തന്ത്രവും കൊണ്ട് മാത്രം ധർമ്മപക്ഷമായ പാണ്ഡവരെ വിജയത്തിലേക്ക് നയിച്ചു. കർണനും കൃഷ്ണനും. യുദ്ധത്തിനു മുമ്പ് കർണനെ കണ്ട് പാണ്ഡവരുടെ പക്ഷത്തേക്ക് ക്ഷണിക്കുന്നതും കൃഷ്ണൻ തന്നെ. കൃഷ്ണൻ എന്നാൽ കേവലമൊരു വ്യക്തിത്വമല്ല, പ്രകൃതിയോടിണങ്ങി ജീവിക്കാനുള്ള സന്ദേശം കൂടിയാണ്. കൃഷ്ണൻ്റെ മുടിയിലെ മയിൽപീലി പ്രകൃതിയുടെ സർവ്വസൗന്ദര്യത്തെയും സർവ്വവർണ്ണങ്ങളെയും സൂചിപ്പിക്കുമ്പോൾ അവൻ്റെ ഓടക്കുഴൽ
ഉള്ളുപൊള്ളയായ, അതായത് അഹങ്കാരമില്ലാത്ത ഒരു മനസ്സിലേക്ക് ദൈവികമായ സംഗീതം നിറയും എന്ന വലിയ തത്വമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ദ്രപൂജയ്ക്ക് പകരം പ്രകൃതിയെയും ഗോവർദ്ധന പർവ്വതത്തെയും ആരാധിക്കാൻ പഠിപ്പിച്ച കൃഷ്ണൻ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആദ്യത്തെ പാഠം കൂടിയാണ് ലോകത്തിന് നൽകിയത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരു ആയുധവും കയ്യിലെടുക്കില്ല എന്ന കൃഷ്ണൻ പ്രതിജ്ഞ ചെയ്തിരുന്നു. എന്നാൽ ആയുധമില്ലാതെ തന്നെ തൻ്റെ ചിന്താശേഷിയും രാജതന്ത്രവും കൊണ്ട് അവൻ യുദ്ധത്തിൻ്റെ ഗതി നിർണയിച്ചു. ധർമ്മം ജയിക്കണം എന്നതായിരുന്നു കൃഷ്ണൻ്റെ ഒരേയൊരു ലക്ഷ്യം. അതിനായി പലപ്പോഴും അപ്രിയമായ തീരുമാനങ്ങൾ എടുക്കാനും ധർമ്മ സംസ്ഥാപനത്തിനായി തന്ത്രങ്ങൾ മെനയാനും അവൻ മടിച്ചില്ല. അതെ, കൃഷ്ണൻ എന്നാൽ കേവലം ഒരു പുരാണ കഥാപാത്രമല്ല. അത് സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കർമ്മബോധത്തിൻ്റെയും ജീവിക്കുന്ന പ്രതീകമാണ്. ശ്രീകൃഷ്ണൻ്റെ ഉപദേശങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സന്ദേശം ഏതാണ്? താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. കൃഷ്ണൻ്റെ തത്വചിന്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.